തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിരിക്കുകയാണ് PV അൻവർ. മെയ് 15-ന് മുൻപ് പുതിയ സംസ്ഥാന പാർട്ടിക്ക് രൂപം കൊടുക്കുമെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട്. എന്റെ സംശയമല്ലേ, ഈ PV അൻവർ എന്ന് പറയുന്ന ഒരു നേതാവ് തൃണമൂൽ കോൺഗ്രസിൽ ഉണ്ടോ എന്ന് മമതാ ബാനർജിക്ക് അറിയത്തില്ല. അതുകൊണ്ട് എളുപ്പമല്ലേ ഇറങ്ങിപ്പോയി. ദേശീയ നേതൃത്വത്തിന് അറിയത്തില്ല ഇങ്ങനെ ഒരാള് കേരളത്തിൽ മത്സരിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊന്നും. ഇതിനകത്ത് രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ബേപ്പൂരിൽ പോയി മത്സരിച്ച് പിണറായിസത്തെ മരിമോനിസത്തെ ഇതിനെയൊക്കെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം എടുത്ത് തലയിൽ വെച്ചിട്ടാണ് PV അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ടും നടക്കുന്ന കാര്യമൊന്നുമല്ല. പിണറായിസം അവസാനിപ്പിക്കുക. എന്താണ് പിണറായിസം? ഈ പറയുന്ന പിണറായിസം എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കണ്ട ജനങ്ങൾക്ക് അത്രയും സാമൂഹ്യ സുരക്ഷ ഉൾപ്പെടെയുള്ള പെൻഷൻ ഏർപ്പെടുത്തുന്ന ഒരു രീതിയാണ് എങ്കിൽ അത് ആ പിണറായിസത്തെ അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറാണ്. ഇവിടെ പിന്നെ കോവിഡ് വന്നപ്പോഴും നമ്മുടെ എന്താ പറയാ പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ്, ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മുടെ വയനാട് ദുരന്തം വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു മാനേജ്മെന്റ് കപ്പാസിറ്റി ഉള്ള ഒരു നേതൃത്വമാണ് പിണറായിസമെങ്കിൽ ആ പിണറായിസത്തിനെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണെന്നേ. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പൊരിവെയിലത്തും പിന്നെ ടെന്റിന്റെ അടിയിലും കൊണ്ടുവന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് പാവപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്ന് നിരത്തി കിടത്തിക്കിട്ട് അവിടെ എക്സ്റേ പരിശോധിക്കുന്ന ഉമ്മൻചാണ്ടിസം അല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ശരിക്കും ഇങ്ങനെയുള്ള നേതാക്കന്മാരാണ് വേണ്ടത്. ഈ തെരുവിൽ ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടോ? ഇല്ല. ജനങ്ങളുടെ അടുത്തേക്ക്, നവകേരള സദസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അടുത്തേക്ക് പോയി കാര്യം സംസാരിക്കുന്ന ഒരു സമീപനമായിരുന്നു.